ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഹൈമാവതി ആലോചിച്ച് നിൽക്കുകയാണ്. ഹൈമാവതി വിചാരിക്കുകയാണ്, മാളുന്റെ ശരീരത്തിൽ ആ ദുരാത്മാവ് കയറിയിട്ട് ഇപ്പൊ അനക്കമൊന്നുമില്ലല്ലോ എന്നൊക്കെ. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. ആ സമയത്ത് ശ്രേയ അവിടേക്ക് വരുന്നുണ്ട്. ഹൈമാവതി ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതായിരുന്നു എന്നൊക്കെ. ശ്രേയ പറയുന്നുണ്ട്, എൻ്റെ UK ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു, അവളെ കാണാൻ പോയതാണ്, ഇവിടെ നിന്നിട്ട് എന്ത് കാര്യമാണെന്നൊക്കെ പറയുന്നു. എനിക്കാണെങ്കിൽ ആ കുട്ടിപ്പിശാചിന്റെ ബർത്ത്ഡേ ആഘോഷമൊന്നും ആഘോഷിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. ഹൈമാവതി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മാളൂന് പാവ കൊടുത്ത കാര്യവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യവും എല്ലാം പറയുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, അമ്മ പാവ കത്തിച്ച് കളഞ്ഞല്ലോ, അതുകൊണ്ട് ഇനിയും മാളൂന്റെ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് എങ്ങോട്ടും പോകത്തില്ല. അവളുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് പോകണമെങ്കിൽ മാളു മരിക്കണമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ദേവയാനിയമ്മയും അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. ദേവയാനിയമ്മയും പറയുന്നുണ്ട്, ഹൈമാവതി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നീങ്ങുമെന്ന്. ഗംഗ പൂജാമുറിയിൽ പോയിട്ട് പരമശിവനോട് പ്രാർത്ഥിക്കുകയാണ്, മാളുവിനെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. മാളുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഗംഗ പറയുന്നു. ഗൗരി ചേച്ചി പോലും മാളുവിന്റെ രക്ഷ കരുതിയാണ് ഈ ഭൂമിയിൽ തന്നെ നിൽക്കുന്നത്, ഇനിയും ദൈവമേ പരീക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഗംഗ പ്രാർത്ഥിച്ചിട്ട് റൂമിലേക്ക് വരുന്നു. ആ സമയത്ത് ആ പാവ കാണുന്നുണ്ട്. ഗംഗ വിചാരിക്കുന്നുണ്ട്, ഈ പാവ എടുത്തുകൊണ്ട് ഭട്ടതിരിപ്പാടിന്റെ അടുത്ത് പോയേ പറ്റത്തുള്ളൂ എന്ന്. പെട്ടെന്ന് പാവ വായുവിൽ കൂടെ പറന്ന് വീടിന്റെ വെളിയിലേക്ക് പോവുകയാണ്. ഗംഗയുടെ അടുത്തേക്ക് മാളു ദേഷ്യത്തോടെ വരുന്നുണ്ട്. മാളുവിന്റെ ശരീരത്തിൽ നിന്നും ആ ആത്മാവും പോകുന്നുണ്ട്. മാളു പെട്ടെന്ന് ഗംഗയെന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ മാളുവിനെ കാണുമ്പോൾ ഗംഗയ്ക്ക് മനസ്സിലാകുന്നുണ്ട് മാളുവിന് ഇപ്പൊ കുഴപ്പമില്ലെന്ന്. മാളു പറയുന്നുണ്ട്, എനിക്ക് എന്തോ വയ്യാൻ തോന്നുന്നു, ദേഹം മൊത്തം വേദനയാണ്, പനിയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, മോൾക്കൊരു പ്രശ്നവുമില്ല, നമുക്ക് പരമശിവന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഹൈമാവതിയും ദേവയാനിയമ്മയും ശ്രേയയുമാണ്. ശ്രേയ പറയുന്നുണ്ട്, മാളുവിന്റെ ശരീരത്തിൽ ഇപ്പോൾ ദുരാത്മാവുണ്ട്, ഈ സമയത്ത് അവളെ കൊല്ലാൻ എളുപ്പമാണെന്നൊക്കെ, അതിനുള്ള കാര്യം പ്ലാൻ ചെയ്യണമെന്നൊക്കെ പറയുന്നു. ശ്രേയ പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും കൂടെ പുറത്തു പോകാമെന്ന് മഹിയേട്ടനെ കൊണ്ട് സമ്മതിക്കണം, അവിടെ ഫയറൊക്കെ കൂട്ടിയിട്ട് അതിന്റെ ചുറ്റും വരുന്ന ആഹാരമൊക്കെ കഴിക്കണം, ആ സമയത്ത് മാളുവിനെ ആ തീയിൽ ചാടിപ്പിക്കണമെന്നൊക്കെ പറയുന്നു. അവളുടെ ശരീരത്തിൽ ദുരാത്മാവുള്ളത് കൊണ്ട് അത് നടക്കുന്ന കാര്യമാണെന്നൊക്കെ പറയാണ്. ദേവയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട്, ഇത് നല്ല ഐഡിയ ആണ്, മഹിയെ കൊണ്ട് പുറത്തു പോകുന്ന കാര്യം ഞാൻ ഏറ്റെന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് ഗംഗ ഭട്ടതിരിപ്പാടിനെ പോയി കാണുന്നു. ഭട്ടതിരിപ്പാടിനോട് മാളുവിന്റെ കാര്യമൊക്കെ പറയുന്നു. ഭട്ടതിരിപ്പാട് അപ്പോൾ പറയുന്നുണ്ട്, മാളുവിന്റെ ശരീരത്തിൽ ദുരാത്മാവ് കയറിയിട്ടുണ്ടെന്ന്. ഗംഗ ആ പാവ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അത് എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാമെന്ന്. ദേവയാനിയമ്മ മഹിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പുറത്തു പോകുന്ന കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. മഹിക്ക് അപ്പോൾ സന്തോഷമാകുന്നുണ്ട്. മഹി പറയുന്നുണ്ട്, മാളുവിനും സന്തോഷമാകും, നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തു പോകാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുന്നു. മഹി സമ്മതിച്ചതറിഞ്ഞിട്ട് ഹൈമാവതിക്കും ശ്രേയയ്ക്കും ദേവയാനിയമ്മയ്ക്കും എല്ലാം സന്തോഷമാകുന്നുണ്ട്. ഗംഗ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് പാവയെ അവിടെയെല്ലാം നോക്കുകയാണ്, എങ്ങും കാണുന്നില്ല. ഗംഗ റൂമിൽ പോയതിന് ശേഷം ഗൗരിയെ വിളിക്കുന്നുണ്ട്. ഗൗരിയെ വിളിച്ചിട്ട് കാര്യം പറയുന്നു. ആ സമയത്ത് റൂമിലേക്ക് മഹി വരുന്നുണ്ട്. മഹി നോക്കുമ്പോൾ ഗംഗ തനിച്ച് നിന്ന് സംസാരിക്കുന്നത് കാണുന്നു. മഹി എപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഗംഗ പലതവണ തനിച്ച് നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, എന്താണ് കാര്യമെന്ന് അവളോട് തന്നെ ഒരിക്കൽ കൂടി ചോദിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. രാഹുലിന്റെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു. രാഹുൽ പറയുന്നുണ്ട്, നിനക്ക് ഞാനൊരു സർപ്രൈസുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. ശേഷം കാണിക്കുന്നത് രാജി റെഡിയായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് രാഹുൽ അവിടേക്ക് വരുന്നുണ്ട്. ഗൗരി ഗംഗയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് ഇതിനുള്ള പരിഹാരം കാണാമെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്